നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഉത്സവത്തിനിടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിന് മുൻപിലെത്തിയപ്പോഴാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. നേരത്തെ കേസിൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസ്, അൻവർ എന്നിവർ അറസ്റ്റിലായിരുന്നു. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം 3 പേർ മാളയിൽ അറസ്റ്റിൽ. മടത്തുപടി കോനാട്ട് ജിതേഷ് സഹോദരൻ, കോനാട്ട് സുജിത്ത്, പുത്തൻവേലിക്കര ചെമ്മിശ്ശേരി ഗോകുൽ എന്നിവരെയാണ് SI അബ്ദുൾ ജലീൽ സംഘവും അറസ്റ്റ് ചെയ്തത്. തൃശൂർ മുള്ളൂർക്കരയിൽ ആനയിടഞ്ഞു. തിരുവാണിക്കാവ് വേലക്കെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. വാഴക്കോട് പ്ലായി റോഡിൽ മുള്ളൂർക്കര BRD പരിസരത്തായിരുന്നു സംഭവം. വാഴക്കോട് വിഭാഗത്തിന്റെ ആനയാണ് ഇടഞ്ഞത്. പുതുക്കാട് പാഴായിയിൽ KCBയുടെ വാഴവെട്ട്. വാഴയിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പുക്കര KCB അധികൃതർ വെട്ടി നശിപ്പിച്ചത്. മനോജിന്റെ കൃഷിയിടത്തിലൂടെ വലിച്ചിരുന്ന ലൈൻ കമ്പിക്ക് താഴെ നിന്നിരുന്ന 8 വാഴകളാണ് അധികൃതർ വെട്ടിമാറ്റിയത്. കളമശ്ശേരിയിൽ യുവതിയെ നടുറോഡിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഗുരുതരമായി പരിക്കേറ്റ നീനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം കളമശ്ശേരി റോഡിലാണ് സംഭവം. ഭർത്താവ് ആർഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായ 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 പേരുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി LDF കൺവീനർ EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടകര കുഴൽപ്പണക്കേസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ചാലക്കുടി സുന്ദരിക്കവലയെ കൊലക്കവലയാക്കിയതിൽ RJD സർവീസ് റോഡ് ഉപരോധിച്ചു. ടോൾ റോഡിൽ പിരിവ് നടത്തുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത അപകടക്കിണികൾ മാറ്റുവാൻ കാണിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. മേത്തല ബാലാനുബോധിന UP സ്കൂളിൽ സർക്കാരിന്റെ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. JD സഭാ പ്രസിഡന്റ് NK ജയരാജ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.